നമസ്കാരം, ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ശനിയുടെ വക്രാവസ്ഥയെക്കുറിച്ചാണ്. 2025 മാർച്ച് 29 ശനി തൻ്റെ മൂലക്ഷേത്രമായ കുംഭൻ രാശിയിൽ നിന്നും വ്യാഴക്ഷേത്രമായ മീനൻ രാശിയിലേക്ക് സഞ്ചരിച്ചു. ശനിയുടെ ഈ സഞ്ചാരം 12 രാശിയിലുള്ള 27 നക്ഷത്രക്കാർക്കും പലതരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ചില രാശിക്കാരുടെ കഷ്ടകാലങ്ങൾ മാറുകയും എന്നാൽ മറ്റു ചില രാശിക്കാർക്ക് കഷ്ടകാലങ്ങൾ തുടങ്ങുകയും ചെയ്തു. 7ര ശനി, കണ്ടകശനി, അഷ്ടമശനി എന്നിങ്ങനെ 3 തരത്തിലാണ് ശനി ഓരോ രാശിക്കാരെയും ദോഷമായി ബാധിക്കുന്നത്. എന്നാൽ 2025 ജൂലൈ 13 മുതൽ ശനി വക്രാവസ്ഥയിലാകുന്നു. ശനി പിന്നിലേക്ക് സഞ്ചരിക്കുന്നു എന്ന് സാരം. ഇത് നവംബർ 28 വരെ തുടരും, 4.5 മാസം. ഈ സമയത്ത് ശനി കൂടുതൽ ഗുണകരമായ ഫലങ്ങളായിരിക്കും എല്ലാ രാശിക്കാർക്കും നൽകുന്നത്. ശനിദോഷം കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാശിക്കാർക്ക് ഇത് കൂടുതൽ അനുഗ്രഹമായിരിക്കും നൽകുക. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് 2025 മാർച്ച് 29 ശനിയുടെ രാശിമാറ്റത്തിൽ ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാശിക്കാർക്ക് 2025 ജൂലൈ 13 ശേഷം ശനി വക്രാവസ്ഥയിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഗുണഫലങ്ങളെക്കുറിച്ചാണ്. മാർച്ച് 29 ശേഷം ശനി ഇഷ്ടസ്ഥാനങ്ങളിൽ നിന്ന് ഗുണഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന രാശിക്കാർക്ക് ജൂലൈ 13 ശനിയുടെ വക്രാവസ്ഥ ഇപ്പോൾ അനുഭവിക്കുന്ന ഗുണാനുഭവങ്ങളുടെ ഇരട്ടിയായി അനുഭവത്തിൽ വരും. അതിനാൽ ചില രാശിക്കാർക്ക് രാജയോഗപ്രദമായ അനുഭവങ്ങളും ഉണ്ടാകാം. ഉദാഹരണമായി ഇടവം, തുലാം എന്നീ രാശിക്കാർക്ക്. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ ശനിദോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന 7 രാശിക്കാർക്ക് വക്രാവസ്ഥ എങ്ങനെയാണ് ഗുണഫലങ്ങൾ നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി. ശനി മേടൻ രാശിയുടെ 10ഉം 11ഉം ഭാവാധിപനാണ്. മേടൻ രാശിയുടെ 12ാം ഭാവത്തിലാണ് ശനി 2025 മാർച്ച് 29 മുതൽ സ്ഥിതി ചെയ്യുന്നത്. മേടൻ രാശിക്കാർക്ക് മാർച്ച് 29 മുതൽ 7ര ശനി തുടങ്ങി എന്ന് സാരം. 7ര ശനിയുടെ ആദ്യഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. അമിതമായ ചിലവുകളും പ്രവർത്തന ക്ലേശങ്ങളും മനസ്സമാധാനക്കുറവും 12ലെ ശനി നൽകുന്നു. ജൂലൈ 13 ശേഷം ഈ പ്രയാസങ്ങൾക്കെല്ലാം ഒരു കുറവ് വരുന്നു. കാര്യതടസ്സങ്ങൾ മാറുന്നു. ഏത് കാര്യങ്ങൾക്ക് ശ്രമിച്ചാലും അത് നടക്കും. ധനം കയ്യിൽ വരാൻ തുടങ്ങുന്നു. കടം വീട്ടാൻ കഴിയും. കടം വാങ്ങിച്ച പണം ചോദിക്കാതെ തന്നെ തിരികെ ലഭിക്കുന്നു. നിത്യതൊഴിൽ ചെയ്യുന്നവർക്ക് എല്ലാ ദിവസവും ജോലി ലഭിക്കുന്നു. അപ്രതീക്ഷിത നേട്ടങ്ങൾ കർമ്മരംഗത്തുണ്ടാകും. കാരണം ശനി കർമ്മകാരകനാണ്. കർമ്മം കൊണ്ട് വരുമാനം വർദ്ധിക്കും. ഉദ്യോഗസ്ഥർക്ക് പദവികൾ ലഭിക്കുന്നു. ശമ്പള വർധനവും ബോണസും ലഭിക്കുന്നു. തൊഴിൽ നഷ്ടപ്പെട്ടിരുന്നവർക്ക് തൊഴിൽ തിരികെ ലഭിക്കും. ഗവൺമെൻറ്റിൽ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അപവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നു. ശത്രുക്കൾ മിത്രങ്ങളാകുന്നു. പഠനത്തിൽ അലസത കാണിച്ചിരുന്ന വിദ്യാർത്ഥികൾ പഠനത്തിൽ ഉത്സാഹം കാണിക്കുന്നു. രോഗശയ്യയിൽ കിടക്കുന്നവർക്ക് വളരെ ആശ്വാസം ലഭിക്കും. കുടുംബത്തിൽ പൊതുവെ ശാന്തതയും സമാധാനവും നിലനിൽക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ആഗ്രഹം സാധിച്ചെടുക്കാൻ കഴിയും. നല്ല ദശാപകാരങ്ങൾ കൂടിയാണെങ്കിൽ ഫലം വളരെ കൂടുതലായിരിക്കും. 7ര ശനിയുടെ ഈ തുടക്ക സമയത്ത് ഇപ്പോൾ ലഭിക്കാൻ പോകുന്ന 4.5 മാസം നിങ്ങൾ കരുതലോടെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഈ സമയത്ത് നിങ്ങൾ പ്രവർത്തിക്കണം. മടി പിടിച്ചിരുന്നാൽ ശനി ഫലം നൽകുകയില്ല. ഈ സമയത്ത് ജോലി ചെയ്ത് പൈസ സമ്പാദിക്കണം. ഇത് ശനിദോഷം കൊണ്ട് പ്രയാസപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ വരുന്ന 4.5 മാസം പ്രയോജനപ്രദമാക്കാൻ ശ്രമിക്കണം. ശനിദോഷ പരിഹാരങ്ങൾ കൂടി ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ നല്ല ഫലങ്ങളുണ്ടാകും. ശാസ്താവിന് എള്ളു പായസം നടത്തണം. ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. കൂടാതെ വ്യാഴം നിങ്ങളുടെ 3ാം ഭാവത്തിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. 2025 മെയ് 14 വ്യാഴം നിങ്ങളുടെ 3ാം ഭാവത്തിലേക്ക് രാശി മാറി. വ്യാഴം അനുകൂല ഫലങ്ങൾ നൽകുന്നില്ല. ആയതിനാൽ വ്യാഴത്തെ കൂടി പ്രീതിപ്പെടുത്തണം. വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം നടത്തണം. ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക. എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും.
അടുത്തതായി ശനിദോഷം അനുഭവിക്കുന്ന രാശിയാണ് മിഥുന രാശി. മകയിരമര, തിരുവാതിര, പുണർതം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി. മിഥുനൻ രാശിയുടെ 8, 9 ഭാവാധിപനാണ് ശനി. ശനി ഇപ്പോൾ മിഥുനത്തിൻ്റെ കർമ്മഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ടകശനിയാണ്. 2025 മാർച്ച് 29 ശനി നിങ്ങളുടെ 10ാം ഭാവത്തിലേക്ക് സഞ്ചരിച്ചത്. കർമ്മരംഗത്തെ തടസ്സത്തെയാണ് പ്രധാനമായും 10ലെ ശനി സൂചിപ്പിക്കുന്നത്. തൊഴിൽ സ്ഥലത്ത് പ്രശ്നങ്ങളും സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും അപ്രീതിയും അനാവശ്യ യാത്രകളും അപകടങ്ങളും അപവാദങ്ങളും അപ്രതീക്ഷിതമായ ട്രാൻസ്ഫറുകളുമാണ് 10ലെ ശനി നൽകുന്നത്. എന്നാൽ ജൂലൈ 13 ശനി വക്രാവസ്ഥയിലേക്ക് മാറുമ്പോൾ മേൽപ്പറഞ്ഞ പ്രയാസങ്ങൾക്ക് എല്ലാം മാറ്റമുണ്ടാകുന്നു. 4.5 മാസത്തേക്ക് കർമ്മപുഷ്ടി ഉണ്ടാകുന്നു. തൊഴിൽ സ്ഥലത്തെ പദവികളും അധികാരങ്ങളും ഉന്നതിയും ഉണ്ടാകുന്നു. മേലധികാരികളുടെ പ്രീതി ലഭിക്കുന്നു. ദാമ്പത്യ സുഖം വർദ്ധിക്കുന്നു. അകന്നിരുന്ന ദമ്പതികൾ അടുക്കുന്നു. വിവാഹം നടക്കാതിരുന്നവർക്ക് നല്ല പങ്കാളിയെ ലഭിക്കുന്നു. കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമാകുന്നു. വീട്, ഭൂമി എന്നിവ വാങ്ങാൻ കഴിയുന്നു. 4.5 മാസത്തേക്ക് കണ്ടകശനി എന്ന് ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. വക്രാവസ്ഥയിൽ സഞ്ചരിക്കുന്ന ശനി ഗുണഫലങ്ങൾ മാത്രമേ നൽകൂ. ശനിയുടെ ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കാൻ ശനീശ്വരനെ ശനിയാഴ്ച തോറും നീരാഞ്ജനം നടത്തുക, എള്ളുപായസവും നടത്തുക, ഹനുമാൻ സ്വാമിയെ ദർശനം നടത്തുന്നതും ശ്രേഷ്ഠമാണ്. ശാസ്താവിൻ്റെ കീർത്തനങ്ങൾ നിത്യവും ജപിക്കുക. കൂടാതെ ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൂടി പ്രീതിപ്പെടുത്തണം. വ്യാഴാഴ്ച തോറും മഹാവിഷ്ണുവിന് പാൽപായസവും നടത്തുക. ദോഷങ്ങൾക്ക് കുറവ് വരും. അടുത്തതായി ചിങ്ങൻ രാശി. മകം, പൂര, ഉത്തിരങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിയുടെ 6, 7 ഭാവാധിപനായ ശനി 2025 മാർച്ച് 29 ചിങ്ങത്തിൻ്റെ അഷ്ടമഭാവത്തിലേക്ക് രാശി മാറി. അഷ്ടമത്തിലെ ശനി എല്ലാ കാര്യങ്ങളിലും തടസ്സവും പരാജയവും രോഗങ്ങളും സന്താന ദുഃഖവും ദ്രവ്യാദികൾക്ക് നാശവുമാണ് സാധാരണമായി നൽകുന്നത്. പക്ഷേ ശനിയുടെ അഷ്ടമത്തിലെ സ്ഥിതി ചിങ്ങൻ രാശിക്കാർക്ക് വലിയ ദോഷങ്ങൾ നൽകുന്നില്ല. കാരണം ശനി 6ാം ഭാവാധിപനാണ്, അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ വിപരീത രാജയോഗം നടക്കുന്നു. ആയതിനാൽ ശനി ചിങ്ങൻ രാശിക്കാർക്ക് വലിയ പ്രശ്നങ്ങൾ നൽകുന്നില്ല. കൂടാതെ 2025 ജൂലൈ 13 ശനി വക്രാവസ്ഥയിൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ ശനി നല്ല ഫലങ്ങൾ കൂടുതലായി നൽകുന്നു. രോഗശമനം, കാര്യങ്ങൾക്ക് വിജയം, സന്താന ഗുണം, നിയമപരമായ വിജയങ്ങൾ, ദാമ്പത്യത്തിൽ രമ്യത, സമാധാനം എന്നിവ ലഭിക്കുന്നു. കടം വീട്ടാൻ കഴിയുന്നു. ധനലാഭവും കുടുംബത്തിൽ സന്തോഷവും ഉണ്ടാകുന്നു. സമൂഹത്തിൽ മാന്യത ലഭിക്കും. തൊഴിലിൽ നല്ല ഉയർച്ചയുണ്ടാകും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി സാധ്യതയുണ്ടാകുന്നു. വിദ്യാർത്ഥികൾ പഠനത്തിൽ ഉത്സാഹം കാണിക്കുന്നു. കൂടാതെ വ്യാഴം സർവാഭീഷ്ട സ്ഥാനത്ത് നിൽക്കുന്നു. ഇത് ധനസമൃദ്ധിയും സ്ഥാനമാന ലാഭങ്ങളും നൽകുന്നു. കുടുംബത്തിൽ സന്തോഷവും സന്താനപ്രാപ്തിയും ശത്രുഹാനിയും ഉണ്ടാക്കുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ വിജയം നിശ്ചയമാണ്. അങ്ങനെ ശനിയുടെ വക്രാവസ്ഥയിലെ ഫലങ്ങളും വ്യാഴത്തിൻ്റെ ഗുണാനുഭവങ്ങളും കൂടി ചേരുന്ന ഈ 4.5 മാസം നിങ്ങൾ ഉത്സാഹത്തോടെ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം സാധിച്ചെടുക്കാൻ കഴിയും. ശനിയുടെ സ്ഥിതിയും ദശാപകാരങ്ങളും കൂടി ശ്രദ്ധിക്കുക. കൂടാതെ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യണം. പതിവായി ശനീശ്വരൻ്റെയും ഹനുമാൻ സ്വാമിയുടെയും കീർത്തനങ്ങൾ ജപിക്കുക. ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനവും നടത്തുക. ഐശ്വര്യം കൂടും. അടുത്തതായി കന്നിരാശി. ഉത്തരമൂക്കാൽ, അത്തം, ചിത്തിരേര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിരാശി. കന്നിരാശിയുടെ 5, 6 ഭാവാധിപനാണ് ശനി. നിലവിൽ കന്നിയുടെ കളത്ര ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾക്ക് 2025 മാർച്ച് 29 കണ്ടകശനി തുടങ്ങി. സാധാരണമായി 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി പങ്കാളിക്ക് ക്ലേശങ്ങളും മനസ്സമാധാനക്കുറവും യാത്രാക്ലേശങ്ങളും ധനക്ലേശങ്ങളും ബിസിനസ്സിൽ പ്രയാസങ്ങളുമാണ് നൽകുന്നത്. എന്നാൽ ഇതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് 2025 ജൂലൈ 13 വക്രാവസ്ഥയിലാകുന്ന ശനി ഗുണാനുഭവങ്ങൾ നൽകാൻ തുടങ്ങുന്നു. 4.5 മാസത്തേക്ക് ദാമ്പത്യ സുഖം നൽകുന്നു. പങ്കാളിയുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. അകന്നിരുന്ന ദമ്പതികൾ അടുക്കും. തൊഴിൽപരമായി പ്രശ്നങ്ങൾക്ക് തീർപ്പുണ്ടാകും. ബിസിനസ് പങ്കാളികളുമായി രമ്യതയിലെത്തും.
കുടുംബസുഖവും സ്ത്രീ സുഖവും ലഭിക്കും. ശത്രുക്കളുടെ നാശവും ഗ്രഹഭാഗ്യവും ലഭിക്കും. ധനധാന്യ സമൃദ്ധി ഉണ്ടാകും. മാതാപിതാക്കളുമായി സന്തോഷാനുഭവങ്ങൾ പങ്കിടാൻ കഴിയും. പുതിയ ഗ്രഹത്തിലേക്ക് താമസം മാറ്റാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും. വിദേശ പഠനത്തിന് ആഗ്രഹമുണ്ടാകും. വിവാഹം മുടങ്ങിയിരുന്നവർക്ക് വിവാഹം നടക്കും. പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യമുണ്ടാകും. സന്തതികൾക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്നവർക്ക് ആഗ്രഹം സാധിക്കും. നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ സ്ഥിതി കൂടി നോക്കണം. ദശാപകാരങ്ങൾ അനുകൂലമാണെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പതിവായി ശാസ്താവിന് നീരാഞ്ജനം നടത്തുക. കൂടാതെ 2025 മെയ് 14 വ്യാഴം നിങ്ങളുടെ ഭാഗ്യഭാവത്തിൽ നിന്നും കർമ്മഭാവത്തിലേക്ക് രാശി മാറി. ഇത് വലിയ അനുകൂലത നൽകുന്നില്ല. അതുകൊണ്ട് വ്യാഴത്തെ കൂടി പ്രീതിപ്പെടുത്തണം. പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടും. അടുത്തതായി ധനുരാശി. മൂലം, പൂരാടം, ഉത്തരാടങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി. ധനുരാശിയുടെ 2, 3 ഭാവാധിപനാണ് ശനി. 2025 മാർച്ച് 29 ധനുരാശിയുടെ 4-ാം ഭാവത്തിലേക്ക് ശനി രാശി മാറി. കണ്ടകശനി തുടങ്ങി എന്ന് സാരം. സുഖസ്ഥാനത്തേക്ക് രാശി മാറിയ ശനി സുഖാവസ്ഥയ്ക്ക് ഹാനിയുണ്ടാക്കുന്നു. ആരോഗ്യം മോശമാക്കുന്നു. സാമ്പത്തിക ക്ലേശങ്ങളും ധനച്ചിലവുകളും ബന്ധുക്കളുടെ അപ്രീതിയും മനക്ലേശങ്ങളുമാണ് സാധാരണമായി ശനി നൽകുന്നത്. നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ സ്ഥിതി കൂടി പരിശോധിക്കാം. അതനുസരിച്ചായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്ന ഫലത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ. എന്നാൽ 2025 ജൂലൈ 13 ശനി വക്രാവസ്ഥയിൽ സഞ്ചരിക്കുമ്പോൾ മേൽപ്പറഞ്ഞ പ്രയാസങ്ങളെല്ലാം മാറി ശനി ഗുണാനുഭവങ്ങൾ നൽകുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നു. കൂടുതൽ മാതാവുമായി അടുക്കാൻ കഴിയുന്നു. സ്നേഹിക്കാൻ കഴിയുന്നു. അമ്മയുടെ ആരോഗ്യം മെച്ചമാകും. പുതിയ വാഹനവും വീടും വാങ്ങാനുള്ള അവസരമുണ്ടാകും. ബന്ധുക്കളുമായുള്ള ശത്രുത മാറും. കൂടുതൽ സഹകരിക്കാൻ കഴിയും അവരുമായി. കൃഷിയിൽ നിന്നും ലാഭം ലഭിക്കും. തൊഴിൽ സ്ഥലത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒഴിഞ്ഞുപോകും. മേലധികാരികളുടെ പ്രീതി ലഭിക്കും. സഹപ്രവർത്തകരുമായി രമ്യതയിൽ കഴിയാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയം ലഭിക്കും. കടം വാങ്ങിയ പണം കൊടുത്തു തീർക്കാൻ കഴിയും. വീട്, വാഹനം എന്നിവയിൽ നിന്ന് വരുമാനം വർദ്ധിക്കും. സമൂഹത്തിൽ മാന്യത വർദ്ധിക്കും. ശാരീരികമായ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടും. തൊഴിൽ ചെയ്യുന്നതിൽ ഉത്സാഹവും ഉണർവും കൂടും. ഒരു സ്ഥാപനത്തിൻ്റെ ഉയർന്ന പദവിയിലിരുന്ന് മറ്റുള്ളവരെ ഭരിക്കാനുള്ള അവസരമുണ്ടാകും. വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് സാധിക്കും. കൂടാതെ 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം കാര്യങ്ങളിൽ വിജയവും സർക്കാർ ജോലി ചെയ്യാനുള്ള അവസരവും നാനാവിധത്തിലുള്ള സുഖങ്ങളും നൽകുന്നു. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നു. സന്താന ഗുണവും സ്ത്രീ സുഖവും ലഭിക്കുന്ന സമയമാണ്. അങ്ങനെ ജൂലൈ 13 മുതൽ 4.5 മാസം ശനിയുടെ വക്രാവസ്ഥയും 7-ലെ വ്യാഴത്തിൻ്റെ അനുകൂലതയും നൽകുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് മഹാഭാഗ്യങ്ങൾ തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഈ സമയത്ത് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടത്താൻ ശ്രമിക്കണം. നിങ്ങൾക്ക് വിജയമുണ്ടാകും. ശനീശ്വരനെ പ്രീതി കൂട്ടാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. എല്ലാ ശനിയാഴ്ചയും ശാസ്താവിന് നീരാഞ്ജനം ചെയ്യുക. ശാസ്താവിൻ്റെ കീർത്തനങ്ങൾ ജപിക്കുകയും ചെയ്യണം. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. അടുത്തതായി കുംഭൻ രാശി. അവിട്ടമര, ചതയം, പൂരിട്ടാതിമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശി. കുംഭൻ രാശിയുടെ ജന്മരാശി അധിപനും 12-ാം ഭാവാധിപനുമാണ് ശനി. നിലവിൽ സ്ഥിതി ചെയ്യുന്നത് ധനസ്ഥാനമായ മീനൻ രാശിയിലാണ്. 7-ര ശനിയുടെ അവസാന ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. 2025 മാർച്ച് 29 ശനി നിങ്ങളുടെ 2-ാം ഭാവത്തിലേക്ക് സഞ്ചരിച്ചത്. 2-ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശനി ധനച്ചിലവുകളെയും കാര്യപരാജയത്തെയും സന്താന ക്ലേശത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അനാവശ്യമായ വഴക്കുകളും ബന്ധുക്കളുടെ വിരോധവും ഉണ്ടാകാം. എന്നാൽ 2025 ജൂലൈ 13 ശനി വക്രാവസ്ഥയിലേക്ക് മാറുമ്പോൾ മുകളിൽ പറഞ്ഞ പ്രയാസങ്ങൾ ഒഴിഞ്ഞു പോവുകയും ശനി അനുകൂല ഫലങ്ങൾ നൽകാൻ തുടങ്ങുകയും ചെയ്യുന്നു. കുടുംബാന്തരീക്ഷം ശാന്തമാകും. വാക്കുകൾക്ക് വിലയുണ്ടാകും. അഭിപ്രായ വ്യത്യാസങ്ങൾ അകന്നുപോകും. ധനവരവ് വർദ്ധിക്കും. പൂർവിക ധനം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താല്പര്യവും ഉണർവും ഉണ്ടാകും. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിജയം ലഭിക്കും. അമ്മയുടെ ആരോഗ്യം മെച്ചമാകും.
വാഹനവും വീടും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. രോഗങ്ങളിൽ നിന്നും മുക്തരാകും. ശത്രുശല്യം ഇല്ലാതാകും. ബിസിനസ്സുകാർക്ക് ലാഭം വർദ്ധിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമുണ്ടാകും. എല്ലാ കാര്യങ്ങളും ജ്യേഷ്ഠ സഹോദരൻ്റെ സഹായം ലഭിക്കുന്ന സമയമാണ്. 2025 മെയ് 14 വ്യാഴം നിങ്ങളുടെ 5ാം ഭാവത്തിലേക്ക് രാശി മാറി. സന്താന ഗുണവും ബന്ധുഗുണവും സർക്കാർ ആനുകൂല്യങ്ങളും കാര്യവിജയവുമാണ് 5ൽ സഞ്ചരിക്കുന്ന വ്യാഴം നിങ്ങൾക്ക് നൽകുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ഇത് വളരെ നല്ല സമയമാണ്. ആഗ്രഹിക്കുന്ന തൊഴിൽ ലഭിക്കാൻ സാധിക്കുന്നു. അങ്ങനെ വക്രശനിയും വ്യാഴവും ഒരുമിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ പ്രയാസമുണ്ടാവുകയില്ല. നിത്യവും ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക കൂടി ചെയ്താൽ തടസ്സമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ശാസ്താവിന് എള്ളു പായസവും ഹനുമാൻ സ്വാമിക്ക് ഭാഗ്യസൂക്താർച്ചനയും നടത്തുക. എല്ലാ പ്രയാസങ്ങളും മാറും. നിങ്ങളുടെ ദശാപകാരങ്ങൾ അനുകൂലമാണെങ്കിൽ കൂടുതൽ ഫലങ്ങൾ നല്ലതായി നിങ്ങൾക്ക് ലഭിക്കും. അടുത്തതായി മീനൻ രാശി. പൂരിട്ടാതിക്കാൽ, ഉത്തിരിട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി. മീനൻ രാശിയുടെ 11ഉം 12ഉം ഭാവാധിപനായ ശനി ജന്മരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2025 മാർച്ച് 29 ശനി നിങ്ങളുടെ ജന്മത്തിലേക്ക് സഞ്ചരിച്ചു. 7ര ശനിയുടെ 2ാം ഘട്ടമാണ് നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരീരപീഡയും രോഗങ്ങളും കുടുംബത്തിൽ പ്രശ്നങ്ങളും മനക്ലേശങ്ങളുമാണ് ജന്മശനി നൽകിക്കൊണ്ടിരിക്കുന്ന ഫലങ്ങൾ. എന്നാൽ 2025 ജൂലൈ 13 ശനി വക്രാവസ്ഥയിലാകുന്നു. ജന്മശനി നൽകിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്ക് വളരെ കുറവ് വരികയും നിങ്ങൾക്ക് 4.5 മാസത്തേക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുകയും ചെയ്യുന്നു. ശനി നിങ്ങളുടെ 11ഉം 12ഉം ഭാവാധിപനാണ്. വരവും ചിലവും ഉണ്ടാകുന്ന സമയമാണ്. ചിലവുകൾ അത്യാവശ്യമുള്ളതായിരിക്കും. ഈ സമയത്ത് ജന്മക്കൂറിലെ ശനി നൽകുന്ന അലസത മാറിക്കിട്ടും. ഉന്മേഷവും ഉണർവും ഉണ്ടാകും. പങ്കാളിയുമായി കൂടുതൽ അടുക്കും. സുഹൃത്തുക്കളും ബന്ധുക്കളും സഹായിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് നിന്ന് നല്ല ലാഭമുണ്ടാകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ വൻപിച്ച നേട്ടമുണ്ടാകും. തൊഴിൽ സ്ഥലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. ഭൂമി വാങ്ങാൻ പറ്റിയ സമയമാണ്. റിയൽ എസ്റ്റേറ്റുകാർക്ക് സമയം അനുകൂലമായിരിക്കും. പ്രണയിക്കുന്നവർക്കും വിവാഹാലോചനകൾ നടത്തുന്നവർക്കും അനുകൂല സമയം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിനുള്ള അവസരമുണ്ടാകുന്നു. വിദേശത്ത് തൊഴിൽ ലഭിക്കുന്നതിനുള്ള അവസരവും ലഭിക്കുന്നു. 4ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നില്ല എങ്കിലും ശനിയുടെ വക്രാവസ്ഥ വളരെ ഗുണപ്രദമായിരിക്കും. പരിഹാരങ്ങൾ ചെയ്യാൻ മറക്കരുത്. വ്യാഴത്തെ പ്രീതിപ്പെടുത്താൻ വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം നടത്തുകയും തുളസിമാല അർപ്പിക്കുകയും ചെയ്യുക. ശനിദോഷ പരിഹാരത്തിനായി അയ്യപ്പന് ശനിയാഴ്ച തോറും നീരാഞ്ജനം നടത്തുക. എല്ലാ ദിവസവും നാമം ജപിക്കുക. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.